ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണേ. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. അല്ലെ, ആദ്യത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്, ഒരുപാട് ലെങ്ത് ഇല്ല, ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് അപ്പം കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ നല്ല ഹെയറും, നേരത്തെ ആ സ്മൂത്തനിങ് ചെയ്തത് കുറച്ച് ഡാമേജ് ആയിട്ടുള്ള ഹെയർ. ഡാമേജ് എന്ന് പറയുമ്പോൾ തിന്നായിട്ട്, തിക്നെസ് തീരെ തിന്നായിട്ടുള്ള ഹെയർ. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഫേസിന് ചേരുന്ന രീതിയിൽ വെച്ചാൽ ഒരുപാട് ഫെദർ കട്ട് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ക്രൗൺ ഏരിയ കൂടുതൽ ഷോർട്ടാക്കാതെ ബ്രാ ലെവൽ മുതൽ താഴോട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ക്രൗൺ ഏരിയ നല്ല ഷോർട്ടാക്കുമ്പോഴാണ് ഫേസിന് നല്ല ഭംഗി വരുന്നത്. പക്ഷേ ഇത് അത്രയും വേണ്ട, ഷോർട്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ഷോർട്ടാക്കിയിട്ടില്ല. മൂന്നാമത്തെ ഹെയർ 1 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത വരുന്ന സമയത്ത് നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഹെയർ കിളിർത്തിട്ടുണ്ട്, കാരണം അത്രയും കേൾസ് ഇല്ല വെച്ചാൽ 50% കുറവാണ് ഇപ്പം വന്ന കേൾസ്. അപ്പം എൻ്റെ അടുത്തത് റൂട്ട് ടച്ച് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ അല്ലാതെ കെരാറ്റിനും കൂടെ ചെയ്യണം, കാരണം കെരാറ്റിനും കൂടെ ചെയ്തെങ്കിലേ ഹെയർ ഡ്രൈനെസ് ഉള്ള ഹെയർ ആയിരുന്നു, അത് ഭംഗിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കെരാറ്റിനും കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. അതും 1 വർഷത്തോളമൊക്കെ ആയിട്ടുള്ള ഹെയർ ആണ്. 6 മാസമൊക്കെ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ റൂട്ട് ടച്ച് മാത്രമായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ കെരാറ്റിൻ ചെയ്തിട്ട് അധികം ആകുന്നില്ലല്ലോ, 6 മാസമല്ലേ ആകുന്നുള്ളൂ, അപ്പോൾ കുഴപ്പം വരത്തില്ല. എന്നാൽ ഹെയർ ഡൈ അതൊക്കെ ഉപയോഗിക്കുന്ന, ഹെയർ കളറുകൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ ഹെയർ. കേൾസും ഉണ്ട് ഹെയറിന്, ഡ്രൈനെസ്സും ഉണ്ട് ഹെയർ. അപ്പം ഫ്രിസിയാണ് ഹെയർ. അപ്പോൾ ഈ ഹെയർ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഹെയറിന് ഒത്തിരി കേൾസില്ല. അപ്പോൾ ഒരുപാട് കേൾസ് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നതില്ലാത്തത് കൊണ്ട് 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യണമെന്നില്ല, 1 വർഷമൊക്കെ ആയിട്ട് റൂട്ട് ടച്ച് ചെയ്താലും മതി. പിന്നെ അതെല്ലാം റൂട്ട് ടച്ച് ചെയ്യാത്തവരും ഉണ്ട്. കാരണം കേൾസ് നമുക്ക് ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ പുതിയ ഹെയർ കിളിർത്ത് വരുമ്പം ആ ഹെയർ കുറച്ചൊന്ന് ഫ്രിസി ആവും. അപ്പോഴാണ് നമ്മൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ കെരാറ്റീനും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഫ്രിസി ആകത്തില്ല, പറക്കാതെ അത് താഴ്ന്നു തന്നെ കിടക്കും. അതേസമയം സ്മൂത്തനിങ് ചെയ്യുകയാണെങ്കിൽ ഹെയർ പെട്ടെന്ന് അങ്ങ് തിന്നായിപ്പോവും. ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് ഹെയറിന് വോളിയം കൂടുതൽ തോന്നിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ആയിട്ടാണ് കിട്ടിയത്. നമുക്ക് ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ഇനി ഇടയ്ക്കൊന്ന് പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് രണ്ടാമത്തെ ഹെയർ. നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത ഹെയറാണ്. സ്മൂത്തനിങ് ചെയ്തതാണ് ഹെയർ കുറച്ച് താഴോട്ട് കിടക്കുന്നത്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് കുറച്ച് ആ ചെയ്ത ഹെയർ മാത്രം എന്ന് വെച്ചാൽ സ്മൂത്തനിങ് ചെയ്ത് തിന്നായ ഹെയർ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തത്. ഒരുപാട് ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല. അതുപോലെ ക്രൗൺ ഏരിയയിൽ നിന്ന് ഒരുപാട് ഷോർട്ടാക്കുകയും വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഷോർട്ടാക്കാതെ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ ഹെയർ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഒത്തിരി മുകളിൽ നിന്ന് ഫെദർ കട്ട് ചെയ്തില്ല. ഫെദർ കട്ട് ചെയ്യുമ്പം നമ്മുടെ ക്രൗൺ ഏരിയ ഷോർട്ടാകുമ്പോൾ ഫേസ് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നും. ഇതിപ്പോൾ കെട്ടി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തത്. എന്നാലും ഇത് അഴിച്ചിടാനും ഭംഗിയായിരിക്കും, കെട്ടി വെക്കാനും ഭംഗിയാണ്. ഇത് മാസത്തിലൊരു ലിക്വിഡ് പ്രോട്ടീനോ ചെയ്ത് കൊടുക്കണം. ഇത് മൂന്നാമത്തെ ഹെയർ. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് 1 വർഷത്തോളം ആയിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഹെയറിന് തിന്നായിട്ടില്ല, ഹെയർ വോളിയം കൂടുതൽ തന്നെ തോന്നിക്കുന്നുള്ളൂ. കാരണം നല്ല ലെങ്ത് വെക്കുന്ന ഹെയർ കുറച്ചൊന്ന് തിന്നായിട്ട് തോന്നും. എന്നാലും നമ്മൾ സ്മൂത്തനിങ്ങോ ഒക്കെ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് പോലെ അങ്ങ് തിന്നായിട്ട് ഹെയർ കിടക്കത്തില്ല പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ കെരാറ്റിനും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഹെയറിന്. കാരണം നമ്മൾ റൂട്ട് ടച്ച് മാത്രം ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട് രണ്ടും കൂടെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തത്. അത് നല്ല ലെങ്ത് തോന്നുന്നുണ്ട്.
ഇതിടയ്ക്ക് വന്ന് പ്രോട്ടീൻ ചെയ്യുന്ന ആയിരുന്നു ഈ കുട്ടി. അതുകൊണ്ടാണ് ഹെയർ പെട്ടെന്ന് ലെങ്ത് വെച്ചതുപോലെ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഒത്തിരി വളയാതെയും 50% കൂടുതൽ കെൾസ് കുറഞ്ഞ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.